ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം പല ആൾക്കാരും. കാരണം ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ലോകത്ത് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഡീപ് സീക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 6 മില്യൺ മുതൽ മുടക്കുള്ള ഒരു കമ്പനി ലോകത്തെ ബില്യൺ കണക്കിനും ട്രില്യൺ കണക്കിനും വാല്യൂ ഉള്ള സിലിക്കോൺ വാലിയിലെ ലോകത്തെ അമേരിക്കയിലെ പല കമ്പനികളെയും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ടെസ്ല ആണെങ്കിലും ChatGPT ആണെങ്കിലും അങ്ങനെ നമ്പറോ. കാരണം ഈ സിലിക്കോൺ വാലി പോയി ഞാൻ കണ്ടതായി സംഭവം എങ്ങനെയാണ് ഈ കമ്പനികൾ പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ യൂറോപ്പിലെ പല കമ്പനികൾ ഇവരെ വലിച്ച് താഴെയിടാൻ വെറും 6 മില്യൺ കൊണ്ട് 2023 തുടങ്ങിയ ഒരു ചൈനീസ് കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഡീപ് സീക്ക് എന്ന് പറയുന്ന AI ടൂൾ, ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഇത് ഇന്ത്യയും മനസ്സിലാക്കുന്ന സംഭവം വളരെ സീരിയസ് ആണ് ഇഷ്യൂ. അതായത് ചൈന എന്ന് പറഞ്ഞ രാജ്യം വൻ രീതിയിലാണ് കാരണം അവിടുത്തെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഫെസിലിറ്റേറ്റ് ചെയ്ത പ്രസിഡന്റ് ഷീ ജിങ് പിങ്, ഇയാൾ പല മീറ്റിങ്ങുകളിലും പ്രോഗ്രാമിലൊക്കെ ഇയാൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. എത്രമാത്രം അവിടെ ചൈനീസ് ഗവൺമെന്റ് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു ആലോചിച്ച് നോക്കുക. ഞാൻ ആ ടോപ്പിക്കിലോട്ടൊന്നുമല്ല പോകുന്നത്. ഞാൻ പോകുന്ന ടോപ്പിക് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട. അപ്പം ഞാനൊരു രണ്ട് വീഡിയോ ചെയ്തപ്പോൾ പല ആൾക്കാരും ചാറ്റ് സൂത്ര, നമ്മുടെ സാധനം കോപ്പർ, ഞാൻ എടുത്തു നോക്കി. ഇന്ത്യ ഡെവലപ്പ് ചെയ്ത് കുക്കു എന്നും പറഞ്ഞ് ട്വിറ്ററിന് സമാനമായിട്ട് അതെന്നെ നിന്നുപോയി. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ലോകോത്തരമായ കമ്പനിക്കെതിരെ ഈ സൂത്രയും കുക്കും കിക്കും ഒന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളിത് ചെറിയ ഇത് ചിന്തിക്കരുത്. ഈ സംഭവം പല ആൾക്കാരും ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 10-11 വർഷം കൊണ്ട് ഇന്ത്യയുടെ ഒരു കുതിപ്പുണ്ട്. അപ്പൊ അതിന് ബേസിക്കലി തടയിടുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ തുറന്നങ്ങ് പറയുക. ചില IIT പ്രൊഫസർമാരും ഡയറക്ടറും പറയുന്നു ചാണകത്തിന്റെ മൂത്രം, ഗോമൂത്രം ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാധനം. ഇവിടെയുള്ള കുറച്ച് കുരങ്ങന്മാർ അത് പൊക്കിക്കൊണ്ട് നടക്കുന്നു. അതായത് മനസ്സിലാക്കുക, ഈ 2021 ഡിജിറ്റൽ യുഗത്തിലാണിത് പറയുന്നത്. ചാണകത്തിൻ്റെ മൂത്രം, ചാണകത്തിൻ്റെ അകത്തുനിന്ന് പ്ലൂട്ടോണിയം ഉണ്ടാക്കാം, യുറേനിയം ഉണ്ടാക്കാം. ഇറ്റ്സ് റബ്ബിഷ് ആക്ച്വലി. നിങ്ങൾ പശുവിനെ ആരാധിക്കുകയോ പോത്തിനെ ആരാധിക്കുകയോ കുരങ്ങനെ ലെറ്റ് ഇറ്റ് ഡു. ഇന്ത്യയിലുണ്ടായും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തന്നെ എടുക്കുക. ഇന്ത്യക്ക് വേണ്ടത് സയന്റിഫിക് ടെമ്പറാണ്. അവിടെയാണ് ചില വൃത്തികെട്ടവന്മാർ ഈ ഇഷ്യൂവായിട്ട് കയറി വന്ന് ഇന്ത്യ എന്ന് പറയുന്ന ദേശി, ഇവിടെ ചാണകം, പശു, ക്രാപ്പ, ഗോപ്പ്. ആലോചിച്ച് നോക്കുക. AI സമയത്ത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സമയത്താണ് ചാണകവും പ്ലൂട്ടോണിയമായിട്ട് വന്നേക്കുന്നത്. ഇതൊക്കെയാണ് വിഡ്ഢിത്തരം എന്ന് പറയാൻ. നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്തോ സയന്റിഫിക് ടെമ്പർ. കാരണം ഞാൻ ഈ പല രാജ്യങ്ങളിലും പോയിട്ട് നിങ്ങൾക്കറിയാം, പല ആൾക്കാരെ എനിക്ക് ആക്സസ് ഉണ്ട്, പല കോണ്ടാക്ട്സ്, നല്ല കോണ്ടാക്ട്സ്. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ ഇന്ത്യക്കാരാണ് ഗ്രാമത്തിൽ വന്ന് IIT പോയവരൊക്കെ. കാരണം ഈ IIT പോയവരൊക്കെ ഭയങ്കര ടാലന്റഡാണ്. അവരൊക്കെയാണ് ലോകത്തിലെ പല കമ്പനികളും നയിക്കുന്നത്. എന്തുകൊണ്ട് അവർക്ക് ഇന്ത്യ ചെയ്തുകൂടാ? എൻ്റെ ചോദ്യം, പണ്ട് വാജ്പേയിയുടെ സമയത്ത് IIT പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് മാൻഡേറ്ററി അത് ഇത്ര വർഷയുടെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര പണം അടയ്ക്കണം. അതേപോലെ നമ്മൾ ഈ ഇത്ര നിർബന്ധനയല്ല. കാരണം ഇന്ത്യൻ കുട്ടികളാണെങ്കിലും യങ് ജനറേഷൻ ആണെങ്കിലും IT ആണെങ്കിലും ഏത് ഫീൽഡിലും വർക്ക് ചെയ്യുന്നവർ, ഞാൻ കൃത്യമായിട്ട് ഹൈലി ടാലന്റഡ്, ഭയങ്കര അഗ്രസീവ്. അതൊരു ഇന്ത്യൻ DNA തന്നെയാണ്. അവരൊക്കെ ഇവിടുന്ന് പോകാൻ കാരണം നീയൊക്കെ ഈ ചാണകവും ഈ പ്ലൂട്ടോണിയം, യുറേനിയം, ഗ്രേനിയം ഒക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലായ വിഡ്ഢിത്തരായി പറയുന്നതെന്ന്. ഇതൊരു ഘടകമായത്. കാരണം ഇവരുമായിട്ടൊക്കെ ഞാനെനിക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോൾ പറയുന്നതായത്. വാട്ട് എ നോൺസെൻസ് ഓൾ ദീസ് തിങ്സ് ഹാപ്പനിങ്. ദേ ആർ ഹൈലൈറ്റിംഗ് IIT പ്രോസ് എന്തോ ഗുണ്ടോ IIMന്റെ ഡയറക്ടറും എടുത്ത് എല്ലാവർക്കും ഇത് ഡയറക്ടർ ആണെങ്കിലും ചെയർമാൻ ആണെങ്കിലും ചിലവന്മാർക്കൊക്കെ തലയ്ക്ക് വട്ടമുണ്ട്. അതതിൻ്റെ കാര്യം.
അല്ലെങ്കിൽ ചാണകത്തിൻ്റെ അകത്തുനിന്ന് പ്ലൂട്ടോണിയം യുറേനിയം ഒക്കെ ഉണ്ടാക്കാമെന്ന് പറയുന്നത്, ഗോമൂത്രം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ മാറുമെന്നൊക്കെ പറയുന്നത്, അതൊക്കെ വിശ്വസിക്കുന്നത് നിന്നെയൊക്കെയാണ് പറയണ്ടേ. നിങ്ങൾ പലരും ചോദിച്ചു എന്നോട് കുംഭമേളയെ പറ്റി എന്താണ് വീഡിയോ ചെയ്യാൻ. ഉറപ്പായിട്ടൊക്കെ പറയാം. നിങ്ങൾ എത്ര പേര് കുംഭമേള കണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 2 കുംഭമേള പങ്കെടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ എനിക്ക് കുംഭമേള ഒരു കാരണവശാലും ഡൈജസ്റ്റീവ് അല്ല. ഇത്തിരി അന്ധവിശ്വാസമുണ്ട് അതിൻ്റെ അകത്ത്. മനുഷ്യൻ്റെ ശവശരീരങ്ങൾ തിന്നുന്ന സ്വാമിമാർ സാധുവൊക്കെ ഉണ്ട് അവിടെ. അതെനിക്ക് അക്സെപ്റ്റബിൾ അല്ല. കാരണം അതൊരു പഴയ ഒരു ഒരു മനുഷ്യനെ തിന്നുന്ന രീതിയിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതൊക്കെയാണ് ഇന്ത്യനൈസ്ഡ് എന്നൊക്കെ പറയുന്നത്. പണ്ട് നിങ്ങൾക്കറിയുമ്പോൾ റാറ്റ് പിക്കേഴ്സ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഇപ്പോഴും ഉണ്ട്. എലിയെ കൊന്നു തിന്നുന്നവർ ഇപ്പോഴും ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഇവരെ, ഇപ്പോഴും ഉണ്ട്. അത് ആക്റ്റീവാണ്. ചില സീനിയറായിട്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ റാറ്റ് പിക്കേഴ്സ് കമ്മ്യൂണിറ്റി എന്നുണ്ട്. പക്ഷെ അവരത് മാറും. പണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ നമ്മളിങ്ങനെ കമ്പ്യൂട്ടർ മൗസ് വെച്ചാൽ നമ്മൾ കളിക്കുന്നത്. ഇപ്പോഴും സത്യം. പണ്ടിങ്ങനെ നമ്മൾ എലിയും പാമ്പും ഇതൊക്കെ വെച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്നു. നമ്മളത് ആ രീതിയിൽ തിരിച്ചു പോകണം. ഇതൊക്കെ ഈ ഒരു കാരണവശാലും ഇത് ഡൈജസ്റ്റീവ് അല്ല. നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മുന്നോട്ടാണ് പോകേണ്ടത്. അതിനിടയ്ക്ക് കാളവണ്ടി യുഗത്തിലോട്ട് പോകുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റി എന്തൊക്കെ ഡിസ്കഷനാണ്, യൂസ്ലെസ് ഡിസ്കഷൻ. നിങ്ങൾക്കറിയൊരു കാര്യം, ഏറ്റവും കൂടുതൽ പശുവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ നടന്ന സ്റ്റേറ്റ് ഏതാ? UP. ഇത് പശുവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഇഷ്യൂ നിങ്ങൾ കേൾക്കുന്നുണ്ട്? മനസ്സിലാക്കുക, ഇന്ത്യയിൽ ഏറ്റവും സയൻറ്റിഫിക് ടെമ്പറുള്ള ഒരു ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ യോഗി ആദിത്യനാഥ്. ഞാൻ പറഞ്ഞതല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു. എന്താ കാര്യം? അദ്ദേഹം ഇന്ത്യൻ സ്വാമിയാണ്, സാധുവാണ്. അദ്ദേഹം ഒരു അമ്പലത്തിലെ പൂജാരിയാണ്, ദ്വാരകാനാഥ്. പക്ഷെ ഏറ്റവും കൂടുതൽ ടെക്നോളജി ആയിട്ടും അഗ്രികൾച്ചറിലാണെങ്കിലും ഫാമിങ്ങിലും ഇന്ത്യയിൽ ഏറ്റവും വേഗതയോടുകൂടി ഫാമിങ്ങിൻ്റെ പശുവായിട്ട് ബന്ധപ്പെട്ട് ദേശി മതി, ഇത് മതി, അതല്ല. നിങ്ങൾക്കറിയാം, പണ്ട് നമുക്ക് കൃഷി ചെയ്താൽ നമ്മുടെ പശുവിന് എത്ര പാല് കിട്ടുന്നത്, ഇത് ക്രോസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പശുവിൻ്റെ പാല് കൂടിയത്. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കരുത് ദേശി പശുവിന് ഒരു ക്രാപ്പും ഇല്ലായിരുന്നു. 1/2 ലിറ്റർ പാലൊക്കെ കിട്ടുന്ന പശു പണ്ടൊക്കെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ UPയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം ദേശീയ പശുക്കളല്ല. ഇതിനെ ക്രോസ് ചെയ്ത് ഇത് മറ്റേ മിക്സ്ഡ് വെറൈറ്റിയായി ഇന്ത്യൻ കണ്ടീഷനിൽ ഇപ്പം കയറി അങ്ങ് വളർന്നു. അതേപോലെ തന്നെ നിങ്ങൾ കേട്ട് കാണും, ഈ പശുവായിട്ടും ബന്ധപ്പെട്ട ഇഷ്യൂ എല്ലാം അടിച്ചൊതുക്കിയതാരെ മോദിയും യോഗി ആദിത്യനാഥുമാണ്. കംപ്ലീറ്റ് ആയിട്ട് അടിച്ചൊതുക്കി. നിങ്ങൾ പശു എന്ന് പറയുമ്പോൾ ഈ സാധനം കറവ് പറ്റിക്കഴിഞ്ഞാൽ അവിടെയുള്ള കർഷകർക്ക് ഇതിനെ വളർത്താൻ പറ്റത്തില്ല. കാരണം എക്സ്പെൻസീവ്. അവരെന്ത് ചെയ്യും? ഇതിനെ അഴിച്ചു വിടും. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പശു എന്താ ചെയ്യുന്നത്? വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പും അരിയും സാധനങ്ങളെല്ലാം എടുത്തേക്ക് നാശമായി കളയത്. എന്തോ വഴി അവൻ പറഞ്ഞു, അവർ ഗോശാലകൾ ഉണ്ടാക്കുക. ഈ ഗോശാല ഉണ്ടാക്കാൻ പല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗോരക്ഷ പ്രവർത്തകരെ ഏൽപ്പിച്ചു. അവന്മാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളന്മാർ. ഞാൻ നേരിട്ടറിയാൻ സംഭവം. അവർ ഈ പശുവിനെ എന്നിട്ട് അവിടുന്ന് തന്നെ പല ആൾക്കാർക്കും വിൽക്കുക. എന്തിനാ വിൽക്കുന്നത്? ഇത് ആ ബീഫായിട്ട് പോകും. ഏറ്റവും കൂടുതൽ ബീഫിൻ്റെ പ്ലാന്റുകളുള്ളതോടെ UPയില്ല. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത്, പോത്തെല്ലാം കൂടെ മിക്സ് ചെയ്താൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാളയാണ്, പോത്ത്, ഇങ്ങനൊന്നും അല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടിക്കുന്നത്. ചുമ്മാ നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നും അല്ല. എന്നിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്ത്. ഇപ്പം പശുവിൻ്റെ പ്രശ്നമില്ല. പശു ഈ പറയുന്ന അവിടെ കൃഷി നശിപ്പിക്കുന്നില്ല. എന്താ കാര്യം? കാരണം ഈ കറവ് പറ്റിയ സാധനത്തെ ആൾക്കാർ കൊണ്ടത് ബീഫായിട്ട് ലോകം മുഴുവൻ എക്സ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ. അതാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. UPയിലുണ്ടായ മാറ്റം, സ്കൂളുകളിലുണ്ടായ മാറ്റം. അവിടെ ഈ ചാണകം, ഈ സാധനമൊന്നും യോഗി പഠിപ്പിക്കാൻ. യോഗി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പശുവിനെ സംഭവമായിട്ടൊക്കെ കണ്ടു. നിങ്ങൾ ചീഫ് മിനിസ്റ്റർ ആയ ശേഷം നിങ്ങൾ കണ്ടോ യോഗി പശുവിൻ്റെ മേളിൽ കിടക്കുന്നതും ചാടുന്നതും കുരങ്ങനെ മടി വെക്കുന്നു? ഒരു മനസ്സിലാക്കുക, ഷിംല, അതായത് ഹിമാചൽ എന്ന് പറയുന്നത് BJPയുടെ സ്ട്രോങ് ഹോൾഡ് സ്റ്റേറ്റാണ്. അവിടെയുള്ള കർഷകർ, ആപ്പിൾ കർഷകർ, പല കർഷകർ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? നിങ്ങൾക്കറിയാം സംഭവം എന്തുവെന്ന്? കുരങ്ങൻ.
അവിടെയുള്ള കർഷകരെ മുഴുവനെ ദ്രോഹിക്കുക, മുഴുവൻ ആപ്പിളും അതും എടുത്തോട്ട് പോവുക. ഗവൺമെൻറ് എന്ത് പറഞ്ഞു? അവിടെയുള്ള കർഷകരോട് വെടിവെച്ച് കൊല്ലാൻ പറഞ്ഞു. ആരും അറിയണ്ട, വെടിവെച്ച് കൊന്നേക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. അപ്പം അതും പൊക്കി പിടിച്ചോണ്ട് അത് ഹനുമാനാണെന്ന് ഞാൻ ഈ പറയും. നിങ്ങൾ പശുവിനെ ആരാധിക്കുക, ഹനുമാനെ, കുരങ്ങനെ ആരാധിക്കുക. പക്ഷെ അത് മനുഷ്യനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ രീതി വരുമ്പോഴാണ് കാര്യങ്ങൾ ചേഞ്ച് ആവുന്നത്. അതിനൊക്കെ അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ്. പറയോ യൂസ്ലെസ്. അത് നിങ്ങൾ ചിന്തിക്കുക, ഇതെന്തിനു വേണ്ടിയാണ്? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പഴയ രീതിയിൽ പോകണോ അതോ പുതിയ രീതിയിൽ വരണോ? ഇവിടെ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ചെറുപ്പത്തിലും ഞാൻ സ്കൂളിലും കോളേജിലും നമ്മുടെ അംബാസഡർ കാറേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് മാരുതി വന്നു. ഇന്ന് റോഡിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അംബാസഡർ കാർ കാണാൻ പറ്റുമോ? ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന കൽക്കട്ടയിലുള്ള ബിർളയുടെ കമ്പനി അടച്ചുപൂട്ടി. കാരണം ഗവൺമെൻറ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അത് ഫോറിൻ കമ്പനികൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. വന്നപ്പോൾ എന്തോ ഉണ്ടായത്? ഈ പറയുന്ന പഴയ സാധനങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇന്ത്യൻ എക്കോണമി മാറി, സംഭവങ്ങൾ, നല്ല റോഡുകൾ വരുന്നു, നല്ല കാറുകൾ വരുന്നു, ഫാസ്റ്റായിട്ട് മൂവ്. ഇപ്പം അടുത്തൊരു കാര്യം നിങ്ങളോട് പറയാം. എലോൺ മസ്കിന് അപ്രൂവൽ കൊടുത്തു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, DOT. ഇപ്പോൾ ഹോം മിനിസ്റ്റർ അതും അപ്രൂവലായി, ഗവൺമെൻറ് സൈൻ ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സ്ഥിതി? ഇപ്പോൾ പുതിയതായിട്ട് അറിയാൻ സാധിക്കും. എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു കഴിഞ്ഞ് പറഞ്ഞത്, അവർ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു 500-600 രൂപയ്ക്ക് സാധനം കൊടുക്കാനാണ്. അതായത് വളരെ സ്പീഡായിട്ടുള്ളവരുടെ സാധനം, കാരണം മാർക്കറ്റ് പിടിക്കാൻ. അപ്പോഴെന്തോ ഉണ്ടാകും? ജിയോയ്ക്കും എയർടെല്ലിനും വോഡാഫോണിനും ഈ പറയുന്നവർക്ക് പ്രശ്നമായി. അതായത് അവർക്ക് ഈ ടെക്നോളജി ഇല്ല. കാരണം ടെക്നോളജിയാണ് ലോകത്തെ ഭരിക്കുന്നത്, അല്ലാതെ ചാണകവും പശുവിൻ്റെ മൂത്രവും ഈ സാധനവും ഒന്നും അല്ല. ആ തലയ്ക്കകത്തങ്ങിട്. അപ്പം ഈ കമ്പനികൾ അതേപോലെ ഉയരണം, കോമ്പറ്റീഷനാകും. ഇതിൻ്റെ കൺസ്യൂമർ ഇന്ത്യക്കാരായിരിക്കും, അവർക്കാണ് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. കുറച്ചും കൂടെ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യും. അതായത് മനസ്സിലാക്കുക, ഇന്ത്യയിലെ പല കമ്പനികളും നിന്നുപോയത് അപ്ഡേറ്റ് ചെയ്തില്ല, അപ്ഗ്രേഡ് ചെയ്തില്ല, സംഭവം മാറിയില്ല. ഞാൻ തന്നെ, എനിക്കത്ര 54 വയസ്സായി, 53-54 ജാനുവരി തുടങ്ങി. ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പ്രൊഫഷനില്ലാതെ എന്തൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പം AI പഠിക്കണം, അതുപയോഗിച്ച് മറ്റുള്ള കാര്യങ്ങൾ പഠിക്കണം. ഈ സംഭവങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഒരു സിമ്പിളായിട്ട് കാര്യം പറയാം. ഇപ്പം ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. പണ്ടൊരു ക്യാമറമാൻ ഉണ്ടായിരുന്നു, എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു, സംഭവങ്ങൾ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവരെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഞാൻ തന്നെ തീരുമാനിച്ചു ഇത് ഞാനങ്ങ് പഠിക്കാം. കാരണം ഡിപ്പെൻഡ് ചെയ്യണ്ട. കാരണം അവൻ്റെ സമയം അനുസരിച്ച് അവൻ നോക്കി ഞാൻ ഇരിക്കേണ്ട ആവശ്യം എന്തോ. ഞാൻ ടെക്നോളജി കയറി അങ്ങ് പഠിച്ചു, അതിൻ്റെ ഫാസ്റ്റ് വേർഷൻ, അതിൻ്റെ പെയ്ഡ് വേർഷൻ. കാരണം ഇവരെല്ലാം ക്രാക്ക് വേർഷൻ ചെയ്യുന്നത്. പെയ്ഡ് വേർഷൻ കയറി സംഭവങ്ങളങ്ങ് പഠിച്ചു. വെറുതെ ഇരുത്തി ക്ലാസ്സിൽ ട്യൂഷൻ എടുത്ത് സംഭവങ്ങളൊക്കെ പഠിച്ചു. എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ഇത് മാറ്റേണ്ടത്, അത് മാറ്റേണ്ടത്, ഇത് മാറ്റേണ്ടത്. കാരണം എനിക്ക് അവർക്ക് ശമ്പളം കൊടുക്കേണ്ട, എൻ്റെ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. ഈ പറയുന്ന ടൂൾസ് എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം ടെക്നോളജിയാണ് മുമ്പിലുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചെറുപ്പക്കാർക്കും സ്കൂളിനൊക്കെ കൊടുക്കേണ്ടത് ചാണകത്തെ മൂത്രത്തെ പറ്റിയും കുരങ്ങിനെ പറ്റി പഠിക്കാനൊന്നുമല്ല. അതായത് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളും സയൻറ്റിഫിക് ആയിട്ടുള്ള ചേഞ്ചസും അതെങ്ങനെ ചെയ്യണം. പണ്ടും സർജറി ഇന്ത്യയിൽ ആദ്യം നടന്നു. ആ സർജറി ഇത് കഴിയട്ടെ, നടക്കട്ടെ. ലോകം പോകുന്ന എത്ര ഫാസ്റ്റായിട്ടാണ് പോകുന്നേ. അപ്പം അതുമായിട്ട് ജെല്ല് ചെയ്ത് പോയില്ല എങ്കിൽ നമ്മൾ പോയി വരയ്ക്കും. ഇതാണ് ഇതിൻ്റെ ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ്.